ഹലോ സ്റ്റുഡൻസ്, ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇലക്ട്രിക് കറണ്ട് എന്നുള്ള ചാപ്റ്ററാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ അടുത്തത് നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ മെയിൻ പാർട്ടിലേക്ക് കടക്കുകയാണ്. ഇനി വരുന്നതൊക്കെ ഇമ്പോർട്ടൻറ്റ് ഭാഗങ്ങളാണ്. മൊത്തത്തിൽ ഇത് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളാണ് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക, അതോടൊപ്പം തന്നെ പഠിക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ഭാഗം എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ചാപ്റ്ററിലെ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എടുത്തെടുത്ത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞില്ലെങ്കിൽ പോലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. അപ്പോൾ പറയുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ്, എന്താണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമുക്ക് നോക്കാം. ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒബ്സർവ് ദ സർക്യൂട്ട് ഇൻ ഫിഗർ 7.8 ഇതാണ്. ഇതൊരു സർക്യൂട്ട് ഡയഗ്രാം ആണ്. ഡസ് ബൾബ് ഗ്ലോ വെൻ സ്വിച്ച് ഇസ് ടേൺഡ് ഓൺ? നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഈ ബൾബ് സ്വിച്ച് ഗ്ലോ ചെയ്ത് കഴിഞ്ഞാൽ ബൾബ് ഗ്ലോ ചെയ്യുമോ എന്നാ. സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ബൾബ് ഗ്ലോ ചെയ്യുമോ എന്ന്. അത് ഇവിടെ കൊടുത്തിട്ടുള്ള സിമ്പിൾസ് നമ്മൾ പഠിക്കും. നമുക്ക് പഠിക്കാനുണ്ട്. ഒരു സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് നമ്മുടെ ഈ ക്ലാസ്സിൽ തന്നെ പറയും. അപ്പോൾ ഈ ഒരു സിമ്പിൾ കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് ബൾബാണ്. ദെൻ ഇതെന്ന് പറയുന്നത് സ്വിച്ചാണ്. ദെൻ CD എന്ന് പറയുന്നത് 2 പോയിൻ്റാണ്. നമ്മളോട് ചോദിച്ചിട്ടുള്ള ഇപ്പോൾ സ്വിച്ച് ഓഫ്, ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ സ്വിച്ച് ഓഫ് എന്നാ. സ്വിച്ച് ഓൺ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു കണക്ഷൻ വരും. ഇപ്പോൾ സ്വിച്ച് ഓണാണ്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് നമ്മൾ ഈ സ്വിച്ച് ഓൺ ചെയ്താൽ ബൾബ് ഗ്ലോ ചെയ്യുമോ എന്ന്. ബൾബ് ഗ്ലോ ചെയ്യുമോ? നോ, ബൾബ് ഗ്ലോ ചെയ്യില്ല. സോ വാട്ട് മേ ബി ദ റീസൺ? എന്തുകൊണ്ടാണ് ബൾബ് ഗ്ലോ ചെയ്യാത്തത് എന്ന് ചോദിച്ചത്. ഫോർ ദ ബൾബ് ഇൻ ദ സർക്യൂട്ട് ടു ഗ്ലോ കണ്ടിന്യൂസ്ലി there must be a flow of electric charge through bulb. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇലക്ട്രിക് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജ് ഉണ്ടായിരിക്കണം. നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതായത് ഇലക്ട്രിക് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഇലക്ട്രിക് ചാർജ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഫ്ലോ ഓഫ് എന്ത് വേണം? ഫ്ലോ ഓഫ് എന്താ നമ്മൾ പറയുന്നത്? ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജ് ഉണ്ടായിരിക്കണം. സോ നോക്ക്, ഫോർ ദ ബൾബ് ഇൻ ദ സർക്യൂട്ട് ടു ഗ്ലോ കണ്ടിന്യൂസ്ലി ഗ്ലോ ചെയ്യണമെങ്കിൽ അവിടെ ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജ് വേണം. എന്നാൽ മാത്രമാണ് എന്ത് ബൾബ് ഗ്ലോ ചെയ്യുള്ളൂ. ബൾബ് ഗ്ലോ ചെയ്യണമെങ്കിൽ എന്താണ്? ഇലക്ട്രിക് ചാർജ് ഫ്ലോ ചെയ്യണം, കണ്ടിന്യൂസ്ലി ഫ്ലോ ചെയ്യണം. എന്നാൽ മാത്രമാണ് ബൾബിന് കണ്ടിന്യൂസ്ലി ഫ്ലോ ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ ഈ സർക്യൂട്ടിൽ കണ്ടിന്യൂസ്ലി ഫ്ലോ ചെയ്യുമോ? ഇലക്ട്രിക് ചാർജിന് ഫ്ലോ ചെയ്യാൻ സാധിക്കും. ഇവിടെ എന്താ? ഇവിടെ 2 പോയിന്റിൻ്റെ ഇടയിൽ ഒരു കണക്ഷനും ഇല്ല. നമ്മൾ പറയുന്നത് ബ്ലാങ്ക് ആയിട്ട് കിടക്കല്ലേ. അവിടെ എന്തെങ്കിലും ഒരു സോഴ്സ് വേണ്ടേ? നമ്മൾ ഫസ്റ്റ് കണ്ടില്ലേ, LED ബൾബ് കത്താൻ വേണ്ടി നമ്മൾ ബട്ടൺസ് നമ്മളെ വാച്ചിലൊക്കെ ഉള്ള ബാറ്ററി വെച്ച് കണക്ട് ചെയ്തു. ദെൻ കപ്പാസിറ്ററൊക്കെ കണക്ട് ചെയ്തില്ലേ. അതുപോലെ നമ്മൾ ചില LED നമ്മൾ ഫസ്റ്റ് കണ്ടില്ലേ, സയൻസ് ഫെയറിനൊക്കെ യൂസ് ചെയ്യുന്ന ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു LED ഗ്ലോ ചെയ്യണമെങ്കിൽ ഒരു ബാറ്ററി എങ്കിലും വേണ്ടേ, ഒരു സോഴ്സ് ഓഫ് എനർജി വേണ്ടേ. ഇവിടെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ജസ്റ്റ് ഒരു സ്വിച്ച് ഉണ്ട്, ഒരു ബൾബ് ഉണ്ട്, കുറച്ച് വയറുണ്ട്. ഒരു സോഴ്സ് ഓഫ് എനർജി ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ ബൾബ് ഗ്ലോ ചെയ്യുന്നില്ല. അവിടെ എന്താണ്? ഫ്ലോ ഓഫ് ഇലക്ട്രിക് ചാർജ് ഉണ്ടാവുന്നില്ല. ഇലക്ട്രിക് ചാർജ് ഫ്ലോ ചെയ്ത് കഴിഞ്ഞാലാണ് എന്തുണ്ടാവുന്നുള്ളൂ? ഇലക്ട്രിക് ചാർജ് ഫ്ലോ ചെയ്താലാണ് നമ്മളെ ഈ ബൾബ് ഗ്ലോ ചെയ്യുള്ളൂ. സോ doesn't this require an external source sufficient to maintain a potential difference between point C and D? അതായത് നമ്മൾ ഈ സിൻ്റെയും ഡിൻ്റെയും ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ അവിടെ എന്ത് വേണം? എക്സ്റ്റേണൽ സോഴ്സ് വേണം. എന്നാൽ അവിടെ എക്സ്റ്റേണൽ സോഴ്സ് ഇല്ല. സിയിലും ഡിയിലുമുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താ? മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താണ്? ബൾബ് ഗ്ലോ ചെയ്യുന്നില്ല. സപ്പോസ് ഇവിടെ ഇപ്പോൾ നമ്മളൊരു ബാറ്ററി യൂസ് ചെയ്ത് ബാറ്ററി വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? ബൾബ് ഗ്ലോ ചെയ്യും. മനസ്സിലായോ? അപ്പോൾ ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇല്ലേ, സിൻ്റെയും ഡിൻ്റെയും ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. അതിന് അവിടെ ഒരു എക്സ്റ്റേണൽ സോഴ്സ് ഇല്ല. എക്സ്റ്റേണൽ സോഴ്സ് ആവശ്യമാണ്. ഈ എക്സ്റ്റേണൽ സോഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ്? അവിടെ ഫ്ലോ ഓഫ് ചാർജ് ഉണ്ടാവുന്നുണ്ട്. ഫ്ലോ ഓഫ് ചാർജ് ഉണ്ടെങ്കിൽ നമ്മളെ ബൾബ് എന്താണ്? ഗ്ലോ ചെയ്യും.
ഇവിടെ അതില്ല, അതുകൊണ്ടാണ് നമ്മൾ ബൾബ് ക്ലോസ് ചെയ്യാത്തത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ ഡെഫിനിഷനാണ്. ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്, അതങ്ങനെ തന്നെ പഠിച്ചു വെക്കണം. അതിൻ്റെ മീനിങ് എന്താണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്നുള്ളത് മനസ്സിലാക്കണം. The potential difference between 2 points in a circuit is the quantity of work done in moving a unit charge between the 2 points. നമുക്ക് നോക്കാം. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 പോയിന്റ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ സപ്പോസ് സിയും ഡിയും നോക്ക്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ നമ്മൾ 2 പോയിന്റ് പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഒരു സർക്യൂട്ടിലുള്ള 2 പോയിന്റിൻ്റെ ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് അത് അവിടെ ഉണ്ടായ ക്വാണ്ടിറ്റി ഓഫ് വർക്ക് ഡൺ, അതായത് നമ്മൾ വർക്ക് ചെയ്യുന്ന ക്വാണ്ടിറ്റി. എന്ത് വർക്ക് ചെയ്യുന്നത്? ഒരു യൂണിറ്റ് ചാർജിന് എന്താണ് നമ്മൾ ഈ പോയിന്റുകളുടെ ഇടയിൽ സി ഡി, ഇപ്പോൾ നമ്മൾ സപ്പോസ് 2 പോയിന്റ് പറഞ്ഞു, ഈ 2 പോയിന്റുകളുടെ ഇടയിലുള്ള ഇതിപ്പോൾ സി, ഇതിപ്പോൾ ഒരു പോയിന്റ് എ ബി, 2 പോയിന്റുകളുടെ ഇടയിലുള്ള യൂണിറ്റ് ചാർജ്, അതായത് യൂണിറ്റ് ചാർജിന് മൂവ് ചെയ്യാൻ നമ്മൾ ചെയ്യുന്ന വർക്ക് ഡൺ ടു മൂവ് എ യൂണിറ്റ് ചാർജ്, അതായത് ഒരു യൂണിറ്റ് ചാർജിന് മൂവ് ചെയ്യാൻ നമ്മൾ ചെയ്യുന്ന വർക്കില്ലേ, ഈ പൊട്ടൻഷ്യൽ 2 പോയിന്റുകളുടെ ഇടയിലുള്ള ഡിസ്റ്റൻസിൽ നമ്മളൊരു യൂണിറ്റ് ചാർജിന് മൂവ് ചെയ്യാൻ ചെയ്യുന്ന വർക്ക് ഡണ്ണിനെയാണ് നമ്മൾ എന്ന് പറയുന്നത്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദോസ് 2 പോയിന്റ്സ് എന്ന് നമുക്ക് പറയാം. സോ ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 പോയിന്റ് ഈസ് അല്ലെങ്കിൽ ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 പോയിന്റ് ഇൻ എ സർക്യൂട്ടിലാണ് ഇത് പറയുന്നത്, അല്ലാതെ വെറുതെ 2 പോയിന്റ് എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല. ഓക്കെ, സോ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ 2 പോയിന്റ് ഇൻ എ സർക്യൂട്ട് ഈസ് ദ ക്വാണ്ടിറ്റി ഓഫ് വർക്ക് ഡൺ. ഓർത്ത് വെക്കണം, ക്വാണ്ടിറ്റി ഓഫ് വർക്ക് ഡൺ ഇൻ മൂവിങ് എ യൂണിറ്റ് ചാർജ് ബിറ്റ്വീൻ ദോസ് 2 പോയിന്റ്. അതായത് ഈ 2 പോയിന്റുകളുടെ ഇടയിൽ നമ്മളെ യൂണിറ്റ് ചാർജിനെ മൂവ് ചെയ്യിക്കാൻ നമ്മൾ പ്രയോഗിക്കുന്ന അല്ലെങ്കിൽ സർക്യൂട്ടിൽ ചെയ്യുന്ന വർക്ക് ഡണ്ണിനെയാണ് നമുക്ക് എന്ന് പറയാൻ പറ്റുക? പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ക്ലിയർ ആയോ? സോ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഈസ് ദ പൊട്ടൻഷ്യൽ എനർജി acquired by unit charge placed in an electric field. അപ്പോൾ നമ്മൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ യൂണിറ്റ് ചാർജ് അക്വയർ ചെയ്യുന്ന പൊട്ടൻഷ്യൽ എനർജി ഇല്ലേ, അതൊരു ഇലക്ട്രിക് ഫീൽഡിലാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. അതിന് നമ്മൾ ജസ്റ്റ് പൊട്ടൻഷ്യൽ എന്നും പറയും, വെറുതെ പൊട്ടൻഷ്യൽ എന്നും പറയും, അല്ലെങ്കിൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. ക്ലിയർ ആയോ? A source of electricity is the source of energy used to maintain potential difference between 2 points in a electric circuit. നമ്മൾ സോഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ഇല്ലേ, സപ്പോസ് ബാറ്ററീസ് ഒക്കെ, അതിന് നമുക്ക് എന്ത് പറയാം? സോഴ്സ് ഓഫ് എനർജി. ആ ഒരു സോഴ്സ് ഓഫ് എനർജി ഉണ്ടെങ്കിൽ എന്താണ്? ഈ ഒരു സർക്യൂട്ടിലുള്ള 2 പോയിന്റുകളുടെ ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെയിൻറ്റെയിൻ ചെയ്യുക. അത് നമ്മൾ ഫസ്റ്റ് കേസ് പറഞ്ഞു. സി ഡി, ഈ പോയിന്റുകളുടെ ഇടയിൽ എക്സ്റ്റേണൽ സോഴ്സ് ഇല്ല. എക്സ്റ്റേണൽ സോഴ്സ് ഉണ്ടെങ്കിലാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഒരു സോഴ്സ്, എക്സ്റ്റേണൽ സോഴ്സ്, ഒരു ബാറ്ററി നമ്മൾ ഈ ഒരു പോയിന്റുകളുടെ ഇടയിൽ വെക്കുകയാണെങ്കിൽ ബാറ്ററി നമ്മൾ ഈ ഒരു പോയിന്റുകളുടെ ഇടയിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. That is, a source of electricity is a source of energy used to maintain potential difference between 2 points in a electric circuit. Clear ആയോ? അപ്പോൾ എന്താണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയാം. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണെന്ന് പറഞ്ഞാൽ ഒരു സർക്യൂട്ടിലെ 2 പോയിന്റുകളില്ലേ, 2 പോയിന്റുകളുടെ ഇടയിൽ ഒരു യൂണിറ്റ് ചാർജിനെ മൂവ് ചെയ്യാൻ നമ്മൾ പ്രയോഗിക്കുന്ന വർക്ക് ഡൺ, അല്ലെ സർക്യൂട്ടിൽ പ്രയോഗിക്കുന്ന വർക്ക് ഡണ്ണിനെയാണ് നമുക്ക് എന്ന് പറയാൻ സാധിക്കുക? ആ സർക്യൂട്ടിൻ്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ആ പോയിന്റുകളുടെ
പോയിന്റിന്റെ ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ദെൻ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പൊട്ടൻഷ്യൽ എനർജി, ഈ യൂണിറ്റ് ചാർജിനെ മൂവ് ചെയ്യിക്കുന്ന ഇലക്ട്രിക് ഫീൽഡിലുള്ള പൊട്ടൻഷ്യൽ എനർജീനെ നമ്മൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറയും, അല്ലെ സിംപ്ലി പൊട്ടൻഷ്യൽ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ദെൻ നമ്മൾ പറഞ്ഞു സോഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി, അതായത് സോഴ്സ് ഓഫ് എനർജി, പൊട്ടൻഷ്യൽ, ഈ രണ്ട് പോയിന്റുകളുടെ ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്ന ഇലക്ട്രിക് സോഴ്സിനെ നമ്മൾ എന്ത് പറയാം? സോഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ സോഴ്സ് ഓഫ് എനർജി എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അത്രയും ക്ലിയർ ആയോ? പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ ഡെഫിനിഷൻ ഒന്ന് നല്ല വൃത്തിക്ക് പഠിച്ചു വെക്കുക, അത് ചിലപ്പോൾ ചോദിക്കാം. ഇതിനടുത്തത് ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ് എന്താണെന്നാണ് പറയുന്നത്. ഇലക്ട്രോ മോട്ടീവ് ഫോഴ്സ് അല്ലെങ്കിൽ EMF എന്ന് പറയും. EMF ഇറ്റ് ഈസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ടെർമിനൽസ് ഓഫ് എ സെൽ. അതായത് ഒരു സെല്ലിന്റെ സെൻസ് എൻഡുകൾക്കാണ് ടെർമിനൽസ് എന്ന് പറയുന്നത്. ടെർമിനൽസ് ഓഫ് എ സെൽ when no current is drawn from it. No current is drawn from it. അതായത് ഒരു ഓപ്പൺ സർക്യൂട്ട് ആണ് പറയുന്നത്. This is the maximum potential difference that can be obtained from the source. അതാണ് എന്ത്? ആ സോഴ്സ് നിന്ന് ഒപ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്ന മാക്സിമം എന്തെന്ന് നമുക്ക് പറയാൻ പറ്റും? പൊട്ടൻഷ്യൽ ഡിഫറൻസ്. Therefore, the source of electricity നമ്മൾ എന്ത് പറയും? ഈ സോഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റിനെ നമ്മൾ എന്തും കൂടെ പറയും? സോഴ്സ് ഓഫ് EMF. സോഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റിയെ നമുക്ക് എന്തും കൂടെ പറയാം? സോഴ്സ് ഓഫ് EMF എന്നും കൂടെ പറയാം. അതൊന്ന് മനസ്സിലാക്കിയാൽ മതി. ഈ ഡെഫിനേഷൻ അങ്ങനെ പഠിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ദെൻ ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ എനി ടു പോയിന്റ് ഇൻ എ കറന്റ് ഫ്ലോയിങ് ത്രൂ എ സർക്യൂട്ട് ഈസ് ഓൾസോ കോൾഡ് വോൾട്ടേജ്. വോൾട്ടേജ് എന്താണെന്ന് ചോദിക്കാം. ദാറ്റ് ഈസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ എനി ടു പോയിന്റ് ഇൻ എ കറന്റ് ഫ്ലോയിങ് സർക്യൂട്ട്. അതായത് നമ്മൾ കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഒരു സർക്യൂട്ടില്ലേ, അതിൽ രണ്ട് പോയിന്റുകളുടെ ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അതായത് ഒരു കറണ്ട് ഫ്ലോ ചെയ്യുന്ന സർക്യൂട്ടിലെ രണ്ട് പോയിന്റുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സിംപ്ലി വോൾട്ടേജ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഇമ്പോർട്ടൻ്റ് ആണ്. ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ എനി ടു പോയിന്റ്, അതായത് ഒരു കറണ്ട് സർക്യൂട്ടിലെ ഒരു കറണ്ട് ഫ്ലോയിങ് സർക്യൂട്ടിലെ എനി ടു പോയിന്റ്, ഏതെങ്കിലും രണ്ട് പോയിന്റുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വോൾട്ടേജ്. വോൾട്ടേജ് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെക്കണം. സോ യൂണിറ്റ് ഓഫ് ബോത്ത് വോൾട്ടേജ് ആൻഡ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്, പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെയും വോൾട്ടേജിൻ്റെയും യൂണിറ്റ് എന്ന് പറയുന്നത് സെയിം ആണ്, അത് വോൾട്ട് ആണ്. റെപ്രസെൻ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ V ആണ്. വോൾട്ട് ആണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് V. ഓർത്ത് വെക്കുക, യൂണിറ്റ് ഓഫ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ക്യാപിറ്റൽ V, ദാറ്റ് ഈസ് വോൾട്ട്. ദെൻ നമ്മൾ പറഞ്ഞ എന്താണ്? നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത് വോൾട്ടേജ്, അതായത് ഒരു കറണ്ട് ഫ്ലോ ചെയ്യുന്ന സർക്യൂട്ടിൽ ഏതെങ്കിലും രണ്ട് പോയിന്റുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അതും പൊട്ടൻഷ്യൽ ഡിഫറൻസ് തന്നെയല്ലേ, അതിനാണ് നമ്മൾ വോൾട്ടേജ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ യൂണിറ്റും വോൾട്ടാണ്. ദെൻ പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ യൂണിറ്റും വോൾട്ടാണ്, റെപ്രസെൻ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ V ആണ് എന്നുള്ളത് ഓർത്ത് വെക്കാം. വോൾട്ടേജ് എന്താണെന്ന് ചോദിക്കും. ദെൻ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണെന്ന് ചോദിക്കും. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് ഒരു സർക്യൂട്ടിലെ രണ്ട് പോയിന്റുകൾക്കിടയിൽ ഒരു യൂണിറ്റ് ചാർജ് മൂവ് ചെയ്യാൻ നമ്മൾ പ്രയോഗിക്കുന്ന ബലം, അല്ലെ സർക്യൂട്ട് പ്രയോഗിക്കുന്ന വർക്ക്, അല്ലെ സർക്യൂട്ട് ചെയ്യുന്ന വർക്ക് ഡണ്ണിനെയാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. എന്നാൽ വോൾട്ടേജ് ഒരു കറണ്ട് ഫ്ലോയിങ് സർക്യൂട്ടിലെ ഏതെങ്കിലും രണ്ട് പോയിന്റുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വോൾട്ടേജ്. സോ യൂണിറ്റ് ഓഫ് വോൾട്ടേജ് ആൻഡ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് വോൾട്ട് ആൻഡ് ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ഇൻ ക്യാപിറ്റൽ V. ക്ലിയർ ആണോ? ദെൻ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് മെഷേർഡ് യൂസിങ് വോൾട്ട് മീറ്റർ. സോ നമ്മൾ ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യാം. നമ്മളിപ്പം ഒരു സർക്യൂട്ടിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റിന് നമ്മൾ എന്ത് പറയും? വോൾട്ട് മീറ്റർ എന്നാണ് പറയുക. ക്ലിയർ ആയോ? പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെ യൂണിറ്റ് വോൾട്ടാണ്, റെപ്രസെൻ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ V ആണ്. ആൻഡ് ദിസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇൻ എ സർക്യൂട്ട് ഈസ് മെഷേർഡ് യൂസിങ് വോൾട്ട് മീറ്റർ. വോൾട്ട് മീറ്റർ ഇസ് ദ ഡിവൈസ് യൂസ്ഡ് ടു മെഷർ ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇൻ എ സർക്യൂട്ട്. അതായത് ഒരു സർക്യൂട്ടിലെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യുന്നത് വോൾട്ട് മീറ്റർ വെച്ചിട്ടാണ്.
ക്ലിയർ ആയോ? Then if the work done to move 1 coulomb charge, നമ്മൾ പറഞ്ഞു ഒരു യൂണിറ്റ് ചാർജ്, അതായത് ഒരു യൂണിറ്റ് ചാർജ് എന്ന് പറഞ്ഞാൽ 1 coulomb, ചാർജിന്റെ യൂണിറ്റ് നമ്മൾ പറഞ്ഞല്ലോ കുളോം, ക്യാപിറ്റൽ സി ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്, ഓഫ് ഇലക്ട്രിക് ചാർജ് ഫ്രം 1 point to another, 1 point to another ഈസ് 1 joule. വർക്ക് ഡൺ ആണെന്ന് നമ്മൾ പറഞ്ഞു. വർക്ക് ഡണ്ണിന്റെ യൂണിറ്റ് എന്താണ്? ജൂൾ ആണെന്ന് നമുക്കറിയാം. ദാറ്റ് ഈസ് 1 joule. 1 joule ആണ്. Then the potential difference between these two points is said to be 1 volt. അതായത് ഈ രണ്ട് പോയിന്റുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ നമുക്ക് എന്ത് പറയാം? ദാറ്റ് ഈസ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദിസ് 2 points is said to be എന്താണ്? 1 volt. അത് നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി വെച്ചാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞ എന്താണ്? വർക്ക് ഡൺ അല്ലേ? വർക്ക് ഡൺ, അതായത് ഒരു യൂണിറ്റ് ചാർജ് ഈ പോയിന്റുകൾക്കിടയിൽ മൂവ് ചെയ്യുന്ന വർക്ക് ഡൺ ആണ്. സോ വർക്ക് ഡൺ ബൈ എന്താണ്? ചാർജ്. ഇവിടെ W കൊടുത്തത് വർക്ക് ആണെന്നും Q കൊടുത്ത ചാർജിന്റെ റെപ്രസെന്റേഷൻ ആണ്. സോ നമുക്ക് പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ യൂണിറ്റ് ആണ് കാണേണ്ടത്. നമുക്ക് കാണേണ്ടത്. ഓൾറെഡി നമ്മൾ പറഞ്ഞു പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ യൂണിറ്റ് വോൾട്ട് ആണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അപ്പൊ എന്താണ് ഈ വോൾട്ട് എന്ന് നമ്മൾ അറിയണ്ടേ? അപ്പൊ വർക്ക് ഡണ്ണിന്റെ യൂണിറ്റ് എന്താ? യൂണിറ്റ് ഓഫ് വർക്ക് ഡൺ എന്താ? നമ്മൾ മുമ്പുള്ള ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. സോ വർക്കിന്റെ യൂണിറ്റ് ജൂൾ ആണ്. സോ യൂണിറ്റ് ഈസ് ജൂൾ. ദെൻ യൂണിറ്റ് ഓഫ് ചാർജ് എന്താ? കുളോം. നമ്മൾ പറഞ്ഞു യൂണിറ്റ് ഓഫ് ചാർജ് ഈസ് കുളോം. ദാറ്റ് ഈസ് റെപ്രസെന്റഡ് ഇൻ സി. അപ്പൊ ജൂൾ പെർ കുളോം അല്ലേ നമ്മളെ യൂണിറ്റ് കിട്ടുന്നത്? ജൂൾ പെർ കുളോം എന്താണ് കിട്ടുന്നത്? ദാറ്റ് ഈസ് യൂണിറ്റ് ഓഫ് വർക്ക് ഡൺ ബൈ യൂണിറ്റ് ഓഫ് ചാർജ്. അതാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ദാറ്റ് ഈസ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി ഈസ് ഈക്വൽ ടു വർക്ക് ഡൺ ബൈ ചാർജ് ആണ്. അപ്പൊ യൂണിറ്റ് എങ്ങനെയാണ് വരിക? യൂണിറ്റ് ഓഫ് വർക്ക് ഡൺ ബൈ യൂണിറ്റ് ഓഫ് ചാർജ്. യൂണിറ്റ് ഓഫ് വർക്ക് ഡൺ ഈസ് ജൂൾ ആൻഡ് യൂണിറ്റ് ഓഫ് ചാർജ് ഈസ് കുളോം. സോ യൂണിറ്റ് ഓഫ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഈസ് ജൂൾ പെർ കുളോം. ദാറ്റ് ഈസ് J by C which is equal to എന്താണ്? ഇതിന് നമ്മൾ പറയുന്നതാണ് വോൾട്ട്, represented in V. This is known as joule per coulomb is known as volt. വോൾട്ടേജിന്റെ യൂണിറ്റും വോൾട്ട് ആണ്, പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ യൂണിറ്റും വോൾട്ട് ആണ്, റെപ്രസെന്റ് ചെയ്യുന്നത് V ആണ്. ഇറ്റ് ഈസ് നെയിംഡ് ഇൻ ഹോണർ ഓഫ് സയന്റിസ്റ്റ് അലക്സാൻഡ്രോ വോൾട്ട. നമ്മൾ ഈ നെയിം കൊടുത്തത് എന്ന് പറഞ്ഞാൽ അലക്സാൻഡ്രോ വോൾട്ട എന്നുള്ള സയന്റിസ്റ്റിന് ഒരു ഹോണർ ആയിട്ടാണ്. സോ അലക്സാൻഡ്രോ വോൾട്ട, ആ വോൾട്ടയിൽ നിന്നാണ് വോൾട്ട് എന്നുള്ള ടേം വന്നിട്ടുള്ളത്. ക്ലിയർ ആയോ? യൂണിറ്റ് ചോദിക്കുക, യൂണിറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. യൂണിറ്റ് ആയിട്ട് തന്നെ ചോദിക്കാം, അല്ലെങ്കിൽ പ്രോബ്ലം ചോദിക്കും. പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാണാനുള്ള പ്രോബ്ലം ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? പ്രോബ്ലം ചോദിച്ചു കഴിഞ്ഞാൽ യൂണിറ്റ് എഴുതണം. യൂണിറ്റ് അറിഞ്ഞാലല്ലേ എഴുതാൻ സാധിക്കും. യൂണിറ്റ് എഴുതിയാൽ മാത്രമേ കംപ്ലീറ്റ് മാർക്ക് നമുക്ക് കിട്ടുള്ളൂ. ദെൻ നോക്കാം. The commonly used torch cell is an example of source of EMF. അതായത് ടോർച്ച് സെല്ലിലെ അത് എന്ന് പറയുന്നത് EMFന്റെ ഒരു സോഴ്സ് ആണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. then അടുത്തത് നോക്കാം. റൈറ്റ് ഡൗൺ അതർ സോഴ്സ് ഓഫ് EMF. നമ്മളോട് വേറെ സോഴ്സുകൾ എഴുതാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ബട്ടൺ സെൽ ഉണ്ട്. ബട്ടൺ സെല്ല് നമുക്കറിയാം. ദെൻ സോളാർ സെല്ലുണ്ട്, ബട്ടൺ സെല്ലുണ്ട്, സോളാർ സെല്ലുണ്ട്, ടോർച്ച് സെല്ലുണ്ട്. ടോർച്ച് സെൽ ഇവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അല്ലേ. ദെൻ വോൾട്ട സെൽ, അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സെൽസുകൾ ഉണ്ട്. അതായത് സോഴ്സ് ഓഫ് EMFകൾ ഉണ്ട് എന്നാണ് പറയുന്നത്. അത് നിങ്ങൾ കുറച്ചുകൂടെ നിങ്ങളായിട്ട് കണ്ടെത്തുക. അതായത് റൈറ്റ് ഡൗൺ അത് സോഴ്സ് ഓഫ് EMF നോൺ ടു യു. ഇതിപ്പോൾ കുറച്ചെണ്ണം തന്നിട്ടുണ്ട്, സ്വന്തമായിട്ട് നിങ്ങളും കുറച്ച് EMFന്റെ സോഴ്സുകൾ കണ്ടെത്താനാണ് പറയുന്നത്. നമുക്ക് നോക്കാം. റൈറ്റ് ഡൗൺ എനർജി ചേഞ്ച് ദാറ്റ് ഒക്കർ ഇൻ ഈച്ച് ഓഫ് ദീസ് ഇൻ സയൻസ് ഡയറി. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇവിടെ സോഴ്സ് ഓഫ് EMF തന്നിട്ടുണ്ട്. സോഴ്സ് ഓഫ്
EMF. ഇവിടെ പറയുന്നത് ആ എനർജി ചേഞ്ച് ആണ്. എനർജി ചേഞ്ച്. ക്ലിയർ ആണോ? അപ്പൊ നോക്കി, ഇവിടെ തന്നിട്ടുള്ളത് ഫസ്റ്റ് ടോർച്ച് സെൽ. ടോർച്ച് സെൽ എല്ലാവരും കണ്ടിട്ടില്ലേ? ഈ ടോർച്ചിന്റെ അകത്തൊക്കെ ഉള്ള ബാറ്ററിയാണ് ഈ ടോർച്ച് സെൽ. അതിന് ഡ്രൈ സെൽ എന്നും കൂടെ പറയും. അവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ കെമിക്കൽ എനർജി, ഈ ബാറ്ററിയിലുള്ള കെമിക്കൽ എനർജിയിലെ അതാണ് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. സോ കെമിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി. കെമിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി. ദെൻ ജനറേറ്റർ. ജനറേറ്റർ അറിയാലോ. ജനറേറ്ററിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ മെക്കാനിക്കൽ എനർജി നമുക്കറിയുന്നതാ, മുൻപത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ജനറേറ്ററിൻ്റെ വർക്കിംഗ് ഒക്കെ. ജനറേറ്ററിൽ എന്താണെന്ന് വെച്ചാൽ യാന്ത്രികോർജം, ദാറ്റ് ഈസ് മെക്കാനിക്കൽ എനർജി ഇസ് കൺവേർട്ടഡ് ഇൻ ടു എന്താണ്? ഇലക്ട്രിക്കൽ എനർജി. ദെൻ ബട്ടൺസ് എല്ലാം അറിയാലോ, നമ്മളെ ടോയ്സിലുള്ള, നേരത്തെ പറഞ്ഞു വാച്ചസിലൊക്കെ ഉള്ള, അതിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? കെമിക്കൽ എനർജി. ആൻഡ് ദിസ് കെമിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി. Chemical energy is converted into എന്താണ്? Electrical energy. Chemical energy is converted into electrical energy. Then നമുക്കറിയാം സോളാർ സെൽ. സോളാർ സെൽ ഉണ്ട്. സോളാർ സെല്ലിൽ എന്താണ്? ലൈറ്റ് എനർജി അല്ലേ? ലൈറ്റ് എനർജി ഇൻറ്റു എന്താണ്? ഇലക്ട്രിക്കൽ എനർജി. ഇലക്ട്രിക്കൽ എനർജി. ലൈറ്റ് എനർജി ഇൻറ്റു ഇലക്ട്രിക്കൽ എനർജി. ഇലക്ട്രിക്കൽ എനർജി. ക്ലിയർ ആയോ? ജസ്റ്റ് കുറച്ച് സോഴ്സ് ഓഫ് EMF പഠിച്ചു വെക്കണം, അവിടെ നടക്കുന്ന ചേഞ്ചസ് പഠിച്ചു വെക്കണം. ഇത് കൂടാതെ നിങ്ങളൊരു 2 എണ്ണം നിങ്ങളായിട്ട് കണ്ടെത്തുക. ഇവിടെ ഞാൻ ടെക്സ്റ്റിൽ ഒന്നാ ചോദിച്ചിട്ടുള്ളൂ, അത് ഞാൻ തന്നിട്ടുണ്ട്. അത് കൂടാതെ നിങ്ങൾ 2 സോഴ്സ് ഓഫ്, ഇതല്ലാത്ത അനദർ 2 സോഴ്സ് ഓഫ് എനർജി EMF കണ്ടെത്തുക. അവിടെ നടക്കുന്ന എനർജി ചേഞ്ച് എന്താണെന്നുള്ളത് ഒന്ന് കണ്ടെത്തുക. ഓക്കെ ആണോ? അപ്പം ഇത് ക്ലിയർ ആയല്ലോ. അപ്പം നമ്മൾ പറഞ്ഞിട്ടുള്ളത് എന്താണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അതായത് ഒരു സർക്യൂട്ടിലെ 2 പോയിന്റുകൾക്കിടയിൽ എന്താണ്, ഒരു യൂണിറ്റ് ചാർജ് മൂവ് ചെയ്യിക്കാൻ നമ്മൾ ചെയ്യുന്ന വർക്ക് ടണ്ണിനെയാണ് നമ്മൾ സിംപ്ലി പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ദെൻ നമ്മൾ പറഞ്ഞു വോൾട്ടേജ്. അതായത് ഒരു സർക്യൂട്ടിലെ 2 പോയിന്റുകൾ, ഏതെങ്കിലും 2 പോയിന്റുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വോൾട്ടേജ് എന്ന് പറയുന്നത്. ദെൻ പൊട്ടൻഷ്യൽ ഡിഫറൻസും വോൾട്ടേജിൻ്റെയും യൂണിറ്റ് എന്ന് പറയുന്നത് വോൾട്ടാണ്. അത് കിട്ടുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞു. യൂണിറ്റ് ഓഫ് വർക്ക് ഡൺ ബൈ യൂണിറ്റ് ഓഫ് ചാർജ്, ദാറ്റ് ഈസ് ജൂൾ പെർ കുളോം, ദാറ്റ് ഈസ് J/C ഇസ് ഈക്വൽ ടു വോൾട്ട് ആണ്. റെപ്രസെൻ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ V ആണ്. ഈ വോൾട്ട് എന്നുള്ള നെയിം വന്നത് നമ്മളെ ഈ അലക്സാൻഡ്രോ വോൾട്ട എന്നുള്ള സയൻറ്റിസ്റ്റിന് ഒരു ഹോണർ എന്നുള്ള രീതിയിലാണ് നമ്മൾ വോൾട്ട് എന്ന് കൊടുക്കുന്നത്. അപ്പോൾ വോൾട്ടേജും പൊട്ടൻഷ്യൽ ഡിഫറൻസും യൂണിറ്റ് എന്ന് പറയുന്നത് വോൾട്ടേജ് ആണെന്നുള്ളതും പറഞ്ഞു. ദെൻ നമ്മൾ സോഴ്സ് ഓഫ് EMF പറഞ്ഞു. എന്താണ്? ബട്ടൺ സെല്ലുണ്ട്, ടോർച്ച് സെല്ലുണ്ട്, ഡ്രൈ സെൽ, അതായത് ഡ്രൈ സെല്ലുണ്ട്, സോളാർ സെല്ല്, ജനറേറ്റർ ഒക്കെ നമ്മൾ പറഞ്ഞു. പിന്നെ അവിടെ നടക്കുന്ന എനർജി ചേഞ്ചസിൻ്റെ ടേബിൾ ചെയ്തു. അത് കൂടാതെ നിങ്ങളോടും ഞാൻ 2 EMFൻ്റെ സോഴ്സ് കണ്ടെത്താനും അതിൽ നടക്കുന്ന എനർജി ചേഞ്ച് കണ്ടെത്താനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോക്കുക. ആ പറഞ്ഞിട്ടുള്ള 2 കാര്യം സ്വന്തം കണ്ടുപിടിക്കുക ചെയ്യുക. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താ, വോൾട്ടേജ് എന്താണെന്നുള്ള കാര്യമാണ് ഈ പറഞ്ഞ ഇന്നത്തെ ക്ലാസ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അത് നല്ല രീതിയിൽ മനസ്സിലാക്കുക. ചെറിയൊരു കൺസെപ്റ്റ് ഇന്ന് എടുത്തിട്ടുള്ളൂ, എന്നാൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് മനസ്സിലാക്കി നല്ല രീതിയിൽ പഠിക്കുക. അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന ഭാഗങ്ങൾ നമ്മൾ ഈ കോമ്പിനേഷൻ ഓഫ് സെല്ല്, വോൾട്ട സെൽ എന്താണ്, പ്രൈമറി സെൽ എന്താ, സെക്കൻഡറി സെൽ എന്താ, സെല്ലുകളുടെ കുറച്ച് കാര്യങ്ങളാണ് അടുത്ത ഭാഗത്ത് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങൾ നല്ല ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അത് ഇന്ന് തന്നെ എല്ലാവരും വ്യക്തമായിട്ട് തന്നെ പഠിക്കുക. പിന്നേക്ക് വെക്കരുത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാഠാണ്. എടുത്തെടുത്ത് പറയുകയാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. അപ്പം എടുത്ത ഭാഗങ്ങളൊക്കെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ട്
അടുത്ത ക്ലാസ്സിൽ വരിക. നമുക്ക് ബാക്കി കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. താങ്ക് യു.